ഇതാണ് നമുക്ക് ക്ലീൻ ചെയ്യാൻ പോകുന്ന സാധനം. ഇത് ക്ലീൻ ചെയ്യാതെ അതേപോലെ ഇതിന് കോണ്ടാക്റ്റ് ഇല്ലാതെ ഇത് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നമുക്കിത് ആദ്യം ക്ലീൻ ചെയ്യാം. ഈ ഭാഗമൊക്കെ ഒന്ന്, ഇത് സാധാ സ്പ്രേ അല്ല, ടിന്നറാണിത്. ടിന്നറടിച്ച് ക്ലീൻ ചെയ്യാം. പഴയ വേസ്റ്റ് തുണിയാണ്. ഈ വേസ്റ്റ് തുണി വെച്ചുള്ള കളിയാണത്. കൂടുതൽ ഈ ടിന്നറൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടെ നല്ല വൃത്തിയാവുന്നല്ലാതെ ഇതിന് യാതൊരു കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും വരില്ല. പെട്ടെന്ന് ഉണങ്ങിപ്പോവുകയും ചെയ്യും. അപ്പോൾ ആ ഒരു പ്രത്യേക പരിപാടി ആയതുകൊണ്ട് മാത്രമാണിത് ഈ സാധനം പെട്ടെന്ന് ഉപയോഗിക്കുന്നത്. നല്ല വൃത്തിയായി കിട്ടും. ഇതിൽ വേറെ എന്താ ഒരു ഐഡിയ വെച്ചാൽ, ഇത് എനിക്ക് നല്ലൊരു ഉപകാരമാണ്. ഇത് ബൾബിടാം, അപ്പോൾ ഹോൾഡും കണക്ട് ചെയ്യുക, സ്വിച്ച് കണക്ട് ചെയ്യുക, പിന്നെ ഇതിന് മേലെ ചെറിയ സ്വിച്ച് ഉണ്ട്. ഒക്കെ കൂടി നല്ലൊരു ഉപകാരമുള്ള സാധനമാണ്. ഇനി ഇത് അഴിച്ചൊന്ന് വൃത്തിയാക്കിയെടുക്കണം. അഴിച്ച് വൃത്തിയാക്കിയെടുക്കാൻ ചെറിയ സ്ക്രൂ ഡ്രൈവർ ഉണ്ടായാൽ മതി. അത് വെച്ചിട്ട് തന്നെ അഴിക്കാം. ആദ്യം ഈ സൈഡ് തന്നെ അഴിക്കാം. ഇതിൽ 4 സ്ക്രൂ ഉണ്ട്. ഈ 4 സ്ക്രൂ കൊണ്ട് അഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡ് കവർ കിട്ടും. ഇതൊക്കെ പുറത്തുനിന്ന് കിട്ടുന്നതായതുകൊണ്ട് ഇതിന് വലിയ വില ഒന്നുമില്ല. പക്ഷേ നമുക്ക് ഉപകാരമാണ് ഏറ്റവും കൂടുതൽ. എന്തെങ്കിലും ചെക്ക് ചെയ്യാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപകാരം കൂടുതൽ ഇതുകൊണ്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുക. ഇനി ഈ സ്ക്രൂ അഴിച്ചു കഴിഞ്ഞാൽ 2 വയറുണ്ട്. 2 വയർ കൊടുത്തൊക്കെ ഓക്കെയാണ്. അതുപോലെ ഈ സ്പ്രിങ് ആക്ഷൻ ഓക്കെയാണ്. ഈ സ്പ്രിങ് എന്തെങ്കിലും ചെറിയ തരിപ്പ് കൂടുതൽ കുറവുണ്ട് വെച്ചാൽ അപ്പോൾ അതിനനുസരിച്ചിട്ട് ഒന്ന് ടിന്നർ അടിച്ചെടുത്ത് മതി. എന്നിട്ടിത് ഫുള്ള് ഈ തുണി അല്ലാണ്ട് കുത്തി കയറ്റിയിട്ട് ആ സ്പ്രിങ് കൊണ്ട് പോയി കിട്ടും. അപ്പോൾ കറക്റ്റായിട്ട് എല്ലാ ഭാഗവും ക്ലീനായി. ഇതിൻ്റെ ഈ സൈഡ് ഭാഗം 2 വയർ ഓക്കെയാണ് കൊടുക്കാനുള്ളത്. ഇനി ഇത് നേരെ ഇതേപോലെ അടച്ചാൽ മതി. ഇതിൽ വേറെ പ്രത്യേകിച്ച് വലിയൊരു ഒന്നുമില്ല. വയറ് കറക്റ്റായിട്ടാണ് പോയിരിക്കുന്നത്. ഈ വയറ് കറക്റ്റായതുകൊണ്ട് തന്നെ ഇനി നമുക്കിതിൽ ഈ ഹോൾഡറിൻ്റെ ഫ്രണ്ടിൽ യാതൊരു പണിയില്ല. നേരെ അപ്പുറത്തെ സൈഡ് അയക്കുക. ഇതിലേറ്റവും കൂടുതൽ ഈ പ്രശ്നങ്ങൾ വരുന്ന ഒരു ഏരിയയാണിത്. 4 സ്ക്രൂ ആണ് ഏറ്റവും മെയിനായിട്ട്. ഇതിൽ കറക്റ്റായിട്ട് ഇതിൽ വെച്ച് അടക്കി തന്നെ വേണം. ഇപ്പോൾ ഇതിൽ കറക്റ്റ് സൂട്ടായി കഴിഞ്ഞാൽ ഞാനിത് ടൈറ്റ് ചെയ്യാം. 4 ഭാഗവും കറക്റ്റായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ നെട്ട് ഒഴിവാകാതിരിക്കും. പിന്നെ അതിൽ ഉള്ള ചെറിയൊരു പരിപാടി വെച്ചാൽ ഈ സൈഡ് അഴിച്ചെടുക്കുക എന്നുള്ളതാണ്. ഈ സൈഡ് ഇതിൻ്റെ ആക്ഷനൊന്നും പോയിട്ടില്ല. ഈ സൈഡ്
ഈ 4 സ്ക്രൂ കൊണ്ട് അഴിച്ചു കഴിഞ്ഞാൽ ഈ സൈഡ് കറക്റ്റായിട്ട് അഴിച്ചെടുക്കുക. ഇത് അത്യാവശ്യം നല്ല ടെമ്പറുള്ള സ്ക്രൂ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അഴിക്കാനും ഭയങ്കര റിസ്ക്കാണ്. പിന്നെ ഈ സൈഡിലുള്ള നെട്ട് ബോൾട്ടൊക്കെ വേറെ ഉണ്ടാവും, എവിടെയെങ്കിലും കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഒരു സ്ക്രൂ പോയിക്കണം. ഇനിയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള പരിപാടി കാണുന്നത്. ഇവിടെ സ്വിച്ച് ഉണ്ട്. അപ്പോൾ ഈ 3 വയറിനൊന്ന് സ്വിച്ച് വഴി കണക്ട് ചെയ്തിട്ടാണ് കൊടുത്തത്. 3 വയറിൽ 2 വയറെ കണക്ട് ചെയ്തിട്ടുള്ളൂ, ഒന്ന് സ്വിച്ച് വഴി ഇതിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കണക്ഷൻ ഇതിൽ കിട്ടും. അപ്പോൾ കണക്ഷനൊന്നും കേടുപാടില്ല. അപ്പോൾ ഈ സ്വിച്ച് വർക്കിംഗ് ഉള്ളത് ഓക്കെ ആവേണ്ടതാണ്. ഇതിൽ വലിയ ചളി കാര്യങ്ങളൊന്നും പെട്ടിട്ടില്ല. അങ്ങനെ എന്തിനുണ്ട് വെച്ചാൽ ഷോക്ക് ഏൽക്കാനുള്ള സാധ്യത ഏറ്റവും കൂടുതലാണ്. ഈ സാധനമാണ് കറക്റ്റായിട്ട് അടച്ചാൽ മതി. അഴിക്കണ അത്ര ഒരു സുഖം ഉണ്ടാവില്ല, ഇത് അടച്ച് ക്ലിയർ ആക്കിയെടുക്കാം. ഈ 2 സൈഡും കറക്റ്റ് പഞ്ചിങ് ആയിരിക്കണം. ഓക്കെ, ഈ 4 സ്ക്രൂ ഇതേപോലെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം ഓക്കെ. അതേപോലെ ചെറിയ കംപ്ലൈൻറ്റുള്ള, ഇതിനൊന്നും യാതൊരു കംപ്ലൈൻറ്റും ഇല്ല. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുള്ള ചെറിയ പരിപാടി മാത്രമേ ഉള്ളൂ. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് വാങ്ങി കൊടുക്കലൊക്കെ തുടങ്ങി. അടുത്തുള്ള ആൾക്കാരൊക്കെ പള്ളിയിൽ പോണതിൻ്റെ പരിപാടിയുണ്ട്. അപ്പോൾ ഇന്ന സ്ഥലത്തു നിന്നല്ല എല്ലായിടത്തും പള്ളിയിൽ പോണ പരിപാടിയുണ്ട് വെള്ളിയാഴ്ച. ഈ 4 സ്ക്രൂ കൂടി കഴിഞ്ഞാൽ മെയിനായിട്ടുള്ള പരിപാടി ഇതൊന്ന് ടിന്നറിട്ടിട്ട് തുടച്ചാൽ മതി. ഇപ്പോൾ കറണ്ട് ഇല്ലാത്തതാണ്. കറണ്ട് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് കൊടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം ഇതിലെങ്ങനെയാണ് വോൾട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോയെന്ന്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.